ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ വരുമാനം കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് മത്സ്യ വിപണിയിലൂടെയാണെന്ന്, കയറ്റുമതിയിലൂടെ. ഈ കയറ്റുമതി അവർ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇപ്പോൾ ഇവർ ഈ പണി ഇവിടെ തുടങ്ങാമെന്ന് പറയും. തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ? അവർ രാജ്യമൊത്തവർ വളയ്ക്കും. ഇവിടെ തൊട്ട് അങ്ങോട്ട് കയറിക്കണം, ഇവിടെ കൊണ്ട് അങ്ങോട്ട്. പിന്നെ ഇതും കൊണ്ട് ഈ വാഹനം കൊണ്ട് പിന്നെ എവിടെ പോകും? ഇന്ത്യയിലെ ഇപ്പം 3 സ്ഥലത്താണ് ഖനനം ഇവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഫലത്തിൽ ഇപ്പോൾ കേരളത്തിലാണ് ഇത് ബാധിക്കുന്നത്. കേരളത്തിൽ കൊല്ലത്തെയാണ് ബാധിക്കുന്നത്. എനിക്ക് 50 വയസ്സുണ്ട്. ഞാൻ എൻ്റെ 17 വയസ്സ് മുതൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. ഇതിൻ്റെ നല്ല കാലം തൊട്ട് ഇന്ന് കെട്ടകാലം വരെ കണ്ടു നിൽക്കുകയാണ് ഞാൻ. നാളെ എന്താകുമെന്നുള്ള ഒരു ആകുലത ഞങ്ങളുടെ മനസ്സിലായി കഴിഞ്ഞു. മണ്ണെടുക്കാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമ്മതിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ കൊന്നിടങ്ങാൻ കൊന്നേച്ച് ഒരു വാരിക്കൊണ്ട് പോയി എന്താ വേണമെങ്കിലും ചെയ്തു. സമ്മതിക്കത്തില്ലത്. രാജ്യത്തിലെ കടൽപ്പരപ്പുകളിൽ ഏറ്റവും വലിയ ഉൽപ്പാദനക്ഷമതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് കൊല്ലം പരപ്പ്. കേരളത്തിലെ 2 ലക്ഷത്തോളം വരുന്ന സജീവ മത്സ്യത്തൊഴിലാളികളിൽ 4/1 കൊല്ലം പരപ്പിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്നവരാണ്. കേരളത്തിൽ മറ്റൊരു തീരത്തിനും അവകാശപ്പെടാനില്ലാത്തത്ര മത്സ്യസമ്പത്ത് കൊല്ലം പരപ്പിനുണ്ട്. ആഭ്യന്തര ആവശ്യത്തിനും കയറ്റുമതിക്കുമുള്ള വേറിട്ട മത്സ്യശേഖരം തന്നെയാണ് കൊല്ലം പരപ്പ്. മത്സ്യബന്ധനത്തിന് പുറമെ അനുബന്ധ ജോലികൾ ചെയ്യുന്നവരുൾപ്പെടെ അനേകായിരം പേരുടെ ഉപജീവന മാർഗമായ കൊല്ലം പരപ്പിനെ പൂർണ്ണമായും തകർക്കാനാണ് കടൽമണൽ ഖനനത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇത് ഈ മേഖലയിലെ മത്സ്യബന്ധനത്തെയും കടലിലെ ആവാസ വ്യവസ്ഥയെയും ഇല്ലാതാക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഖനനം നടക്കുന്നതോടെ മത്സ്യസമ്പത്ത് കുറയുന്നതടക്കം തീരശോഷണവും കടലാക്രമണവുമെല്ലാം സംഭവിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നു. ഇവിടെ ഇത് രൂപപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് അഴിമുഖമാണ്, നീണ്ടൊരു അഴിമുഖമാണ്. ഇത് നമ്മുടെ നദികളിൽ നിന്നും ഒക്കെ ഒഴുകി വന്ന അഷ്ടമുടി കായലിലൂടെ ഒഴുകി വന്ന ചെളിയും എക്കലും അടിഞ്ഞുണ്ടായതാണ് ഈ നമ്മളെ കൊല്ലം പരപ്പെന്നോ അല്ലെങ്കിൽ നോർവീജിയൻസ് കൊയിലോൺ ബാങ്ക് എന്നോ പറഞ്ഞ ഈ മത്സ്യസമ്പത്തുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്. കടലിൽ പ്രകൃതിദത്തമായ കുറേ സമ്പന്ന സാധനങ്ങളുണ്ട്. അതായത് ഖനനത്തിന് മുന്നോടിയായിട്ട് ഈ പൈപ്പ് താഴ്ചയിലോട്ട് വിടുമ്പോൾ ഈ 1.5 അടിയിൽ ചെളിയാണ് ഉള്ളത്. ആ ചെളിയാണ് ഞങ്ങളുടെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നത്. ഏത് മത്സ്യവും പ്രചരണം നടത്താനും ആവാസ വ്യവസ്ഥയെ നിലനിർത്താനുള്ള സ്ഥലമാണ് ഈ കൊല്ലം. ആ കൊല്ലം പരപ്പിനെയാണ് ഈ അദാനിയുടെയും അംബാനിയുടെയും ആൾക്കാർ വന്ന് തീക്കൊള്ള നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ തൊഴിൽ മേഖല. ഇവർ അശാസ്ത്രീയമായ രീതിയിൽ മണൽ ഖനനം ചെയ്യാൻ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും മത്സ്യങ്ങൾ ഇവിടുന്ന് കൂട്ടത്തോട് പലായനം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമായേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകൾ പൂർണ്ണമായും നഷ്ടപ്പെടും. എന്നുവെച്ചാൽ ട്രജ് ചെയ്ത് മാറുകയാണ്. ട്രജ് ചെയ്ത് മാറുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന അതിന് മീൻ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, അതിൻ്റെ കൂടെയുള്ള ചെറു മത്സ്യം, ഇതെല്ലാം ട്രജറിൻ്റെ ടീത്ത് വഴി എടുത്ത് മാറത്തേ ഉള്ളൂ. മാറിക്കഴിയുമ്പോൾ അവിടെ നിശേഷം പോയി കഴിയുമ്പോൾ ഈ വലിയ മത്സ്യങ്ങൾ ഭക്ഷണത്തിന് എവിടെ പോകും? അത് അടുത്ത ഇരയുള്ള ഭാഗങ്ങൾ ഇറക്കിപ്പോകും. അങ്ങനെയാകുമ്പോൾ തീരെ ഇവിടെ എത്രത്തോളം ഇവർ ട്രജ് ചെയ്യുമോ ഇവിടെ എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് പടിഞ്ഞാറോട്ട് ട്രജ് ചെയ്യുന്നുണ്ട്. ഇവർ പിന്നെ നോർത്ത് സൗത്ത് ഇവർ ട്രജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ ഇവർ ട്രജ് ചെയ്യുന്ന ആ ഭാഗത്തുണ്ടാകുന്ന ഒരുപാട് മത്സ്യസമ്പത്തുകൾ പൂർണ്ണമായും നശിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടാകുന്ന ദാരിദ്ര്യമല്ല മത്സ്യമേഖലയിൽ. ഇപ്പം ഞങ്ങൾ പോകുന്നത് വെറുതെയാണ്. ബാറ്റ മാത്രം മുതലാളിയുടെ കയ്യിൽ നിന്ന് എടുത്ത് തരികയാണ്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മത്സ്യസമ്പത്ത് പൂർണ്ണമായി നശിക്കുമ്പോൾ അത് വരാത്തതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ എന്തോ ചെയ്യും? അവർക്ക് അടുത്ത് വേറെ തൊഴിൽ അറിയത്തില്ല. 43 വർഷമാവും ഈ വീട്ടിൽ വന്ന് വേറെ തൊഴിലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്നുള്ള ചിലവ് അങ്ങനെ കഴിഞ്ഞു കൂടും. അപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗത്തിൽ നമുക്ക് തെങ്ങക്കാരൻ അറിഞ്ഞുകൂടാ, കിളക്കാൻ അറിഞ്ഞുകൂടാ, തുമ്പഴക്കാൻ അറിഞ്ഞുകൂടാ. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുക എന്ന് പറയുമ്പോൾ മത്സ്യസമ്പത്ത് കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ജീവിക്കുന്നത്, ഇതുമായിട്ട് അനുബന്ധമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈ കൊല്ലം മാർക്കറ്റ് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ളവരുടെയും ഇതുമായിട്ട് അനുബന്ധമായി ജോലി ചെയ്യുന്നവരുടെയും കൂടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലം അവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ആദ്യകാലം മുതൽ തന്നെ ഈ മത്സ്യബന്ധന രംഗത്ത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മളുടെ ഇന്ത്യയിലെ കേരളത്തിൽ സംസ്ഥാനത്ത് ഏകദേശം 1900
61-65 കാലഘട്ടത്തിലെ നമ്മളുടെ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ കേരളത്തിലെ 7 ഫിഷിംഗ് ഗ്രൗണ്ടുകൾ അവർ പഠനം നടത്തിയത്. അത് കേരള അർസൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ കൂട്ടത്തിൽ ഈ 7 ഫിഷിംഗ് ഗ്രൗണ്ടുകൾ കൂട്ടത്തിൽ ഏറ്റവും ഫിഷിനാൽ സമൃദ്ധമായ ഒരു ഫിഷിംഗ് ബാങ്കാണ് കൊല്ലം ബാങ്ക്, അതല്ലെങ്കിൽ കൊല്ലം പരപ്പെന്നറിയുന്നത്. കേരളത്തിൻ്റെ ഏകദേശം പകുതിയോളം മത്സ്യസമ്പത്ത് കേരളത്തിൽ ലഭിക്കുന്ന ഏകദേശം പകുതിയോളം മത്സ്യസമ്പത്ത് ലഭിക്കുന്ന സ്ഥലം ഈ കൊല്ലം ഫിഷിംഗ് ബാങ്കിലാണ്. കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞുള്ള കുളത്തിൽ പ്രദേശത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ തൊട്ട് കൊച്ചിക്ക് വടക്കു വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള കൊല്ലം ഫിഷിംഗ് പരപ്പിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്നു. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് മത്സ്യ വിപണിയിലൂടെയാണെന്ന്, കയറ്റുമതിയിലൂടെ. ഈ കയറ്റുമതി അവർ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അതിൻ്റെ ആൻസർ സർക്കാർ തന്നെ പറയണം, ഞങ്ങളല്ല പറയേണ്ടത്, അവർ തന്നെ കണ്ടെത്തണം. പൂർണ്ണമായിട്ടും ഈ മത്സ്യ മേഖല തീരെ പാടെ നശിച്ചിട്ട് പിന്നെ അവസാനം ഇതെല്ലാം ആക്രിക്ക് ഇതെല്ലാം പൊളിച്ചു മാറ്റപ്പെടത്തേ ഉള്ളൂ. അപ്പോഴാകുമ്പോൾ ഈ മത്സ്യമേഖല എന്ത് ചെയ്യും? ശരിയായ ഒരു പഠനം, ഒരാലോചന, ഇതിൻ്റെ പരമ്പരാഗതമായി ഈ മേഖലയുമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളുമായി പോലും ആലോചിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായ പഠനം നടത്തുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്, അവരുമായി ഒന്നും കൂടിയാലോചിക്കാതെയാണ് ഗവൺമെൻറ് ആർക്കോ വേണ്ടി, കുത്തകകൾക്ക് വേണ്ടി, അവർക്ക് താല്പര്യമുള്ള ചില കുത്തകകൾക്ക് വേണ്ടി കോടിക്കണക്കിനായ സമ്പത്ത് അവർക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ നയത്തിലേക്ക് പോയിരിക്കുന്നത്. ഇന്നലെ ഞാൻ വായിച്ച ഒരു വാർത്തയിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് വന്നു. എന്നാൽ ഇവിടെ ദാരിദ്ര്യവും അല്ലെങ്കിൽ മധ്യവർത്തികളായിട്ടുള്ള ജനങ്ങൾ എത്ര ഉണ്ടെന്നോ അതൊന്നും ഗവൺമെൻറ് നോക്കുന്നില്ല. സമ്പന്നമാരെ അതിസമ്പന്നമാരാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കടലുകളിൽ ലഭിക്കുന്ന മത്സ്യങ്ങളിൽ കൊല്ലം ഫിഷിംഗ് ബാങ്കിൽ കിട്ടാത്തത് ഒരു മത്സ്യവും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറൈറ്റി മത്സ്യങ്ങൾ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണ് നമ്മളുടെ ഈ കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന കൊല്ലം ഫിഷിംഗ് ബാങ്ക്. മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാത്ത മത്സ്യങ്ങളുള്ള അതെല്ലാം ഈ കൊല്ലം പരപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കിട്ടുന്നത്. ഇന്തോനേഷ്യയിലുണ്ടായ സുനാമി പോലും ആ സുനാമി ഇവിടെ വരെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും കടലിൻ്റെ ശക്തി എന്താണെന്നും. അതിൽ അവിടെ ഇപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ഈ കടൽ മണൽ ഉണ്ടായിരുന്നതാണ് ഇന്തോനേഷ്യയിലൊക്കെ. അവരെല്ലാം നിരോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിരോധിക്കപ്പെട്ടൊരു സാധനം, അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ കടൽ മണൽ ഖനനം നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ സുനാമിക്ക് ശേഷം ഒരു 2-3 വർഷം നമുക്ക് മത്സ്യസമ്പത്തേ ഇല്ലാതിരുന്നു. അത് പല ശാസ്ത്രജ്ഞന്മാരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് കടലിൽ പണിയെടുക്കുന്ന ഞങ്ങൾ തന്നെ പല വേദികളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ കടലിൻ്റെ അടുത്തിട്ടുള്ള ഈ ചെങ്കല്ല് പൊട്ടിച്ചാണ് ഇവരിത് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന തിരമാലയുടെ കരയിലേക്കുള്ള പ്രവാഹത്തെയും നമുക്കിതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനവും കടൽ റഫാകുമ്പോൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെ തടയുന്നത് ഈ പാറപ്പാരുകളും ഈ പവിഴപ്പുറ്റുകളും ഒക്കെ ചേർന്നാണ്. അതൊക്കെ തകർന്നു പോകാന്ന് പറഞ്ഞാൽ തീരം തന്നെ ഇടിഞ്ഞില്ലാതായി പോകുമെന്നുള്ളൊരു ആശങ്ക ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങള് ഇച്ചിരി മണിയാണ് അവർ കുഴിച്ചെടുത്തോണ്ട് പാവരുന്നത്. ആ കരിമണ്ണിന്റെ ബലത്തിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്ന ആ കരിമണ്ണ്, ആ കടലിൽ അരുവനിങ്ങനെ തിട്ടോടെ അങ്ങനെ ഇരിക്കുന്നതിന്റെ ബലം ഞങ്ങളിവിടെ ഉള്ളത്. അല്ലെ ഞങ്ങളിവിടെ ഒരൊറ്റ മനുഷ്യനും കാണത്തില്ല. ഇപ്പോൾ കൊല്ലം കടപ്പുറത്ത് തന്നെയാണ് അത് ഹാർബർ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഘാതം മൊത്തം സംഭവിച്ച ഇരവിരുത്താണ്. ഇരവിരുത്തിൽ നിന്ന് 100 കണക്ക് വീടുകളാണ് മൊത്തവും കടൽ കൊണ്ടുപോയത്. അതിനേക്കാൾ വലിയ അനിഷ്ട സംഭവമാണ് ഈ ഡ്രഡ്ജിങ്ങിലൂടെ സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം പുലിമുട്ടുണ്ടായപ്പോൾ അതിന് തൊട്ടടുത്ത കുറേയധികം പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. ശംഖുമുഖം പോലുള്ള നമ്മുടെ ഫേമസ് ആയ ബീച്ചുകൾ നമുക്ക് അതിൻ്റെ തീരം നഷ്ടപ്പെട്ടു. വിഴിഞ്ഞത്തിന് അപ്പുറം പുളുങ്കുടി, അതിനപ്പുറത്ത് ഒരു ചൊവ്വര, അതിനപ്പുറത്തെ ഭാഗത്ത് വളരെയേറെ തീരം വെച്ചു. അപ്പോൾ ഇത് കടൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു സ്ഥലത്തുനിന്ന് അതിൽ നിന്ന് മണ്ണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു സ്ഥലത്തുനിന്ന് അത് ഫില്ല് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ട് ഈ മണൽപ്പരപ്പിൽ നിന്ന്, അതായത് കടലിൻ്റെ അടിയിലുള്ള ആ ഒരു പരപ്പിൽ നിന്ന് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അത് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വെക്കും. ഈ മത്സ്യത്തൊഴിലാളികൾ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളും 1000-കണക്കിന് ബോട്ടുകളും വള്ളങ്ങളും യാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഒരു പഠനവും നടത്താതെ വന്ന്
ഈ കൊല്ലം പിന്നെ ഫിഷിംഗ് ബാങ്കിൻ്റെ കേന്ദ്രം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലൊരു ഖനനം നടത്തി അവിടെ നിന്ന് 242 ചതുരശ്ര കിലോമീറ്റർ വരുന്ന സ്ഥലത്ത് നിന്ന് 302.5 ദശലക്ഷം ടൺ മണലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടൺ മണ്ണ് അവർക്ക് അവിടെ നിന്ന് എടുത്ത് ഈ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള മണൽ എടുക്കണമെങ്കിൽ അവർക്ക് അവിടെ നിന്ന് 5 ടൺ മണ്ണെടുക്കേണ്ടി വരും. 4 ടൺ വേസ്റ്റ് കളഞ്ഞ് മാറ്റിയതിന് ശേഷം മാത്രമേ 1 ടൺ മണൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ എത്രയോ ഇരട്ടി മണലാണ് അവിടെ നിന്ന് ഖനനം ചെയ്ത് ആ പ്രദേശം മൊത്തം ഇത് കുത്തി പൊളിച്ച് ഇത് അവിടെ മത്സ്യബന്ധനത്തിനും മത്സ്യപ്രജനനത്തിനും മത്സ്യം ഉണ്ടാകാനുള്ള അവസ്ഥയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഖനനം ചെയ്തിരിക്കുന്നത്. ഇത് കരയിടിയും. അവിടെ നിന്ന് ട്രഡ്ജ് ചെയ്യല്ലേ, ട്രഡ്ജ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മണ്ണ് എടുത്ത് ഇങ്ങോട്ട് കരയിലോട്ട് കൊണ്ടുവരല്ലേ. ഇത് കരയിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഈ കരയിലുള്ള മണ്ണ് ഈ ആഴത്തിലോട്ട് ഇടിഞ്ഞു മാറുമ്പോൾ കരയിലോട്ട് കയറും. തീരദേശത്തുള്ള പിന്നെ കെട്ടിടങ്ങൾക്കും മറ്റുള്ള എല്ലാത്തിനും അതിൻ്റെ ഒരു ആഘാതം സംഭവിക്കും. തീർച്ചയായിട്ടും ഒരേ കണക്കും ഇത് നമുക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കരയിൽ ഖനനം ചെയ്തു ഇവിടം തീർന്നു, ഇനി അടുത്ത കടലിൽ ഖനനം ചെയ്യാൻ വേണം. അപ്പോൾ അവർക്ക് എത്രത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് അവർ അതിനകത്ത് നിന്ന് എടുക്കും. അത് നമുക്ക് നേരിൽ കാണാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കടൽ മണൽ ഖനനം പോലുള്ള ഈ പ്രോജക്റ്റുകൾ നടപ്പിലാണെങ്കിൽ അത് വൻകിട കുത്തകളാണ് വരുന്നത്, വൻകിട കോർപ്പറേറ്റുകളാണ് വരുന്നത്. അപ്പോൾ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഇത് പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള അവരുടെ കരുതലൊന്നും അവർക്കില്ല. അവർക്ക് അത് ബിസിനസ് മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ആശങ്ക 10 മടങ്ങ് വർദ്ധിക്കുന്നു. കടൽ ഖനനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്ക കൂടുതലാണ്. അതിലുപരി ഇത് വൻകിട കോർപ്പറേറ്റുകൾ കൊടുക്കുമ്പോൾ ഈ ഞങ്ങളുടെ ആശങ്ക അതിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഇവരിങ്ങനെ മണലെല്ലാം അങ്ങനെ ഇത് ഇല്ലാതാക്കി കളയാമെങ്കിൽ ഇല്ലാതിരിക്കാമെങ്കിൽ മണലൊക്കെ വരാതെയൊക്കെ ഇരിക്കാമെങ്കിൽ പോട്ടുകാർക്കൊക്കെ എന്തെങ്കിലും കിട്ടും, അല്ലാതെ നമുക്ക് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷം കെട്ടുന്നത്.